ഹായ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. മോട്ടോ G05 എന്ന മോഡലാണ് എന്റെ കയ്യിലുള്ളത്. ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന ഫോണാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന ഫോണും കൂടാണ്. ഇന്ത്യയിൽ ഒരു 7000 രൂപേന്റെ അടുത്തൊക്കെയാണ് വരുന്നത്. 1-2 വേരിയന്റിൽ ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. അപ്പൊ ഏതൊക്കെ വേരിയന്റിലാണ്, എത്രയൊക്കെ പ്രൈസ് ആണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാം. അതിന്റെ മുന്നേ ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ബോക്സിൽ നിന്ന് കിട്ടിയതൊക്കെ ഇവിടെ ഉണ്ട്. ടൈപ്പ് സി ടു USB കേബിള്, സിം എജക്റ്റിംഗ് ടൂള്, യൂസർ മാനുവൽ, ചാർജിങ് അഡാപ്റ്റർ, നമ്മളെ ഫോണ്, പിന്നെ ഒരു സിലിക്കോൺ കേസും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത്ര ഐറ്റംസ് ആണ് ബോക്സിലുള്ളത്. അപ്പൊ ഇതാണ് നമ്മളെ ഫോൺ. 2 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമ്മളെ കയ്യിലുള്ള ഫോറസ്റ്റ് ഗ്രീൻ എന്ന കളറും പിന്നെ റെഡ് കളറും രണ്ടും തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ മോഡലായ 04 എന്ന മോഡലിൽ ഇതേ ഒരു ഡിസൈൻ അല്ല വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡി ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ട് വീഗൻ ലെതർ ആക്കിയിട്ടുണ്ട് ഇത്. പിന്നെ കാണാനൊക്കെ ഒരേപോലെ തന്നെ മോട്ടോളന്റെ ഏതൊരു ഫോൺ എടുത്താലും ഡിസൈനൊക്കെ തന്നെ സെയിം ആണ്. ക്യാമറ ബോഡികളും എല്ലാം തന്നെ സെയിം ആണ്. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിലും. പിന്നെ സൈഡിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. 188 ഗ്രാമാണ് അതിൻ്റെ ഒരു ഭാരം ഉള്ളത്. അതുപോലെ തന്നെ 8.2 mm ആണ് തിക്നെസ്സും വരുന്നത്. ഇവിടെ ആയിട്ടാണ് പവർ ബട്ടൺ. ഇതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത്. പിന്നെ വോളിയം വോക്കേഴ്സ് മുകളിലാണ്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഇതിലിടാൻ പറ്റും. ഇനി ഇവിടെ ആയിട്ട് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഒരു മെയിൻ മൈക്കാണ് ഉള്ളത്. ഇപ്പൊ മോട്ടോളന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് അത്രേ ഉള്ളൂ. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ HD+ IPS LCD 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഫോണിന് വരുന്നത്. അത് മാത്രമല്ല ഇതിന് 1000 നട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മാക്സിമം 600 അല്ലെങ്കിൽ 800 ഒക്കെ കാണാറ്. അത് ഇതിൽ 1000 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, നല്ല വെയിലുള്ള സമയത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്കൂടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഫോൺ വരുന്നത്. അതായത് IP54 വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, വെള്ളത്തിലിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫോണിന്റെ മേലെ അതൊന്നും കുഴപ്പമില്ല എന്നാണ്. ഇപ്പൊ മഴ പെയ്യുന്നൊരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ ചെറിയ രീതിയിലുള്ള ബെസൽസ് ഒക്കെ ഉണ്ട് താഴെ ഭാഗത്ത്. ഒരു ഫുൾ ഡിസ്പ്ലേ ഒന്നല്ല, പക്ഷെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസിന് പഞ്ച് ഹോൾ കിട്ടുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു സ്പീഡ് ഉണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു നോർമൽ സ്പീഡിലാണ് വർക്ക് ആവുന്നുള്ളൂ. നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് വരുന്നുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങനെ വരുന്നില്ല. കുറച്ചൊരു ടൈം ഒക്കെ എടുക്കുന്നുണ്ട് അത് ഓപ്പൺ ആയിട്ട് വരുന്നെങ്കിലൊക്കെ. ചെറിയൊരു ഡിലേ ഉണ്ട്. പിന്നെ ഈ ഒരു പ്രൈസിലൊക്കെ തന്നെ നമുക്കറിയാം അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും നല്ല ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഈ ഫോണിന് കിട്ടുന്നുണ്ട്. ഇനി ഈ ഫോൺ വരുന്നത് Android 15 ഇനി അങ്ങോട്ട് വരുന്ന ഫോണുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് വരിക Android 15 തന്നെയാണ്. 2 വർഷത്തെ OS അപ്ഡേഷനും 1 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഇതിൽ മീഡിയാടെക്കിന്റെ Helio G81 Extreme എന്നുള്ളൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോൺ വരുന്നത് 4G ആണ്, 5G ഫോൺ അല്ല. അപ്പൊ ഈ ഒരു മീഡിയാടെക്കിന്റെ Helio G81 Extreme എന്നുള്ള ഒരു പ്രൊസസ്സർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഒരു ബേസിക് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സർ അല്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റൂല. കാരണം അത്രയും ഹൈ ക്വാളിറ്റി ഒക്കെ കളിക്കുന്ന സമയത്ത് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. അതുപോലെ നല്ല ഹീറ്റും വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളിവിടെ കാണുന്ന ഈ എക്സ്പെർട്ട് 9 പോലുള്ള ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് വലിയ സുഖമൊന്നുമില്ല കളിക്കാൻ. പക്ഷെ ഇങ്ങനെ കളിക്കാൻ പറ്റും, കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഹീറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വലിയ ഹെവി ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. പിന്നെ 2 വേരിയന്റിലാണ് ഈ ഒരു ഫോൺ കാണാൻ സാധിച്ചിട്ടുള്ളത്. 4GB 64GB പിന്നെ നമ്മളെ കയ്യിലുള്ള 4GB 256GB സ്റ്റോറേജിലും. ഈ ഒരു 4GB റാം എന്നുള്ളത് നമുക്ക് 4GB കൂടെ റാം ബൂസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. LPDDR4X ആണ് റാം വരുന്നത്. ഇനി ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് ഈ ഒരു 4GB and 64GB ഇപ്പൊ അവൈലബിൾ അല്ല UAE. ഇന്ത്യയിലാണെങ്കിൽ ഒരു 7000 രൂപന്റെ അടുത്തൊക്കെയാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇപ്പൊ UAE ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് 4GB and 256GB ആണ്. അതിന്റെ പ്രൈസ് 399 dirhams ആണ്. ഇപ്പൊ ഇറങ്ങിയപ്പോൾ ഉള്ള പ്രൈസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു 10000 രൂപന്റെ അടുത്താണ് വരുന്നത് ഈ 4GB and 256GBക്ക്. അപ്പം ബെറ്റർ ആയിട്ടുള്ളത് ഈ 4GB and 256GB എടുക്കുന്നതാണ്. ഇപ്പോൾ 4GB and 64GB ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ മെമ്മറി ഫുൾ ആവുന്നതാണ്. അപ്പോൾ പെർഫോമൻസ് സൈഡ് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ഈ ഫോണിന് കിട്ടുന്നത് ഈ ഒരു പ്രൈസിന്.
ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ 2 ക്യാമറ ആണ് ബാക്ക് സൈഡിൽ വരുന്നതെങ്കിലും രണ്ടാമത്തെ ക്യാമറ ഏതാണ്, എത്ര മെഗാ പിക്സൽ ആണ് എന്നൊന്നും എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത്തെ ക്യാമറ ഉള്ളതാണോ അല്ലെങ്കിൽ ഇത് ഡെമ്മി ആണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഡെമ്മി ആയിരിക്കാം, കാരണം ഒരു ക്യാമറ മാത്രം ബാക്ക് സൈഡിൽ കൊടുക്കുന്ന സമയത്ത് അത്ര ഭംഗിയില്ല. രണ്ടാമത്തെ ഒരു ക്യാമറ കൂടെ വരുന്ന സമയത്താണ് ബാക്ക് സൈഡിൽ കാണാൻ ഭംഗി വരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൽ പോർട്രേറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ക്യാമറ കൊടുത്തതെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതിൽ വരുന്ന മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ ആണ്. അതുപോലെ 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ക്യാമറ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ മോഷൻ, പിന്നെ വീഡിയോയിൽ 6x വരെയാണ് നമുക്ക് മാക്സിമം ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഫോട്ടോയിൽ നമുക്ക് ഫിൽറ്റർ മോഡ് കിട്ടുന്നുണ്ട്. ഇതിലും നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത് 6x വരെയാണ്. പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഫ്ലാഷ് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പോർട്രേറ്റിൽ നമുക്ക് ബൊക്ക എഫക്റ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്രയാണോ നിങ്ങൾക്ക് ബ്ലർ വേണ്ടത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ളത്, പിന്നെ പ്രോ മോഡ്, പിന്നെ മോർ, പനോരമ, ടൈം ലാപ്സ്, നൈറ്റ് വിഷൻ, ഇത്രയും ഓപ്ഷനാണ് ക്യാമറയിലുള്ളത്. അപ്പോൾ ഒരുപാട് ക്യാമറ സാമ്പിൾസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിന്റെ റിയർ ക്യാമറ എടുത്തിട്ടുള്ള ഫോട്ടോസിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല, ആകെ ഒരു പോർട്രേറ്റും പിന്നെ ഒരു നോർമൽ ഫോട്ടോ അത്രേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ വെച്ചിട്ട് നല്ലൊരു ബെറ്റർ ആയിട്ട് ക്വാളിറ്റിയാണ് ഇതിന്റെ ഒരു ക്യാമറയിൽ കിട്ടുന്നത്. കൂടാതെ ഇതിലെടുത്തിട്ടുള്ള പോർട്രേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ബ്ലർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അടിപൊളി ഫോട്ടോസ് ആണ് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ സെൽഫിയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റിയാണ് കിട്ടുന്നത്, ഒന്നും തന്നെ പറയാനില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോർട്രേറ്റിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് സെൽഫിയിലും നല്ല ക്വാളിറ്റി, നല്ല ബ്ലറാണ് ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ റിയർ ക്യാമറന്റെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിലും ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നും ഇല്ല, പിന്നെ അതൊന്നും ഇതിൽ വരില്ല എന്ന് നമുക്കറിയാം. പിന്നെ അൾട്രാ വൈഡും കിട്ടുന്നില്ല. 1x ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു കുഴപ്പം പറയാൻ പറ്റിയ ഒരു ക്യാമറ ഒന്നുമല്ല, വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഒക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ക്യാമറ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഫുൾ HD ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു ക്യാമറയിലും, വലിയ കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തന്നെയാണ്, ഫേസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ളൊരു ക്യാമറ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയെ പറ്റി പിന്നെ അധികം കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പ്രൈസിന് ഇത്ര തന്നെ ക്യാമറ കിട്ടുള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് ക്യാമറയിൽ. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്ന്. ഇനി ഫോണിൽ 5200 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന്റെ കൂടെ ചാർജർ വരുന്നുണ്ട്. 10 വാട്ടിന്റെ ചാർജറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് 18 വാട്ടാണ്. ഇനി ഫിംഗർ പ്രിന്റ് സെൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വർക്ക് ആവുന്നത്. അപ്പോൾ ഫേസ് ലോക്കിന്റെ ഒരു സ്പീഡും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഇതും വർക്ക് ആവുന്നത്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഇത്രയും ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്രീൻ ഷെയർ വരുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ്, NFC ഇതിൽ വരുന്നില്ല. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കോൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടോന്ന്. GCC കൺട്രിയിൽ അധികവും ഫോണുകളിൽ നിന്നും സ്ക്രീൻ റെക്കോർഡിംഗ് വരാറില്ല, അതുപോലെ തന്നെ ഇതിലും വരുന്നില്ല. പിന്നെ മോട്ടറോളയിലൊക്കെ നമ്മൾ അധികം കണ്ടുവരുന്നതാണ് ഒരുപാട് ഷോർട്ട് കീയും കാര്യങ്ങളൊക്കെ, അതൊക്കെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കേട്ടു നോക്കാം. സൗണ്ട് ഒരു രക്ഷയില്ല, അടിപൊളി സൗണ്ടാണ്. നല്ല ലൗഡ് സൗണ്ട് ഉണ്ട്, നല്ല ക്ലിയർ സൗണ്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഫോണിന്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. നല്ല സ്റ്റീരിയോ സൗണ്ടാണ് കിട്ടുന്നത്. പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈന്, വീഗൻ ലെതർ ആണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നല്ല സ്ലിം ആയിട്ടുള്ള ഫോൺ. അത് കൂടാതെ വലിയ റാം ആൻഡ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ക്വാളിറ്റി
അതിന്റെ സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ക്യാമറയിലും കിട്ടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു സെക്കൻഡറി ഫോണായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോൺ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ ഈ ഒരു ഫോണിന്റെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.